ചെന്നൈയുടെ തെരുവുകളിൽ ഓട്ടോറിക്ഷകളുടെ കൊമ്പുകൾ മുഴങ്ങുന്നു. ബസ്സുകൾ പാഞ്ഞുപോകുന്നു. മെട്രോ ട്രെയിനിന്റെ തിരക്കൊഴുകുന്നു. ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു ഇടത്തരം അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു മുരുകനും ലക്ഷ്മിയും. ഇവർക്ക് 6 വയസ്സുള്ള ഒരു മകനുണ്ട്, കണ്ണൻ. കണ്ണൻ ഒരു ചുണയുള്ള കുട്ടിയാണ്. അവന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു തിളക്കമുണ്ട്. അവന്റെ അമ്മ ലക്ഷ്മി ഗർഭിണിയായപ്പോൾ മുതൽ കണ്ണന് ഒരു അനുജനോ അനുജത്തിയോ വരുന്നതിന്റെ ആകാംക്ഷയിലാണ്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ചോദിക്കും, അമ്മ, കുഞ്ഞിന് ഞാൻ കളിക്കുന്ന പന്ത് ഇഷ്ടപ്പെടുമോ? ഞാൻ അവനെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിക്കട്ടെ? ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയും, നിന്റെ കുഞ്ഞനുജന് നിന്റെ എല്ലാ കളികളും ഇഷ്ടപ്പെടും കണ്ണാ. നീ ലോകത്തിലെ ഏറ്റവും നല്ല ചേട്ടനാകും. ഒരു ദിവസം ലക്ഷ്മി കുഞ്ഞിന്റെ കുഞ്ഞുടുപ്പുകൾ മടക്കി വയ്ക്കുമ്പോൾ കണ്ണൻ ഓടിവന്ന് ചോദിച്ചു, അമ്മ, കുഞ്ഞിന് ഞാനുണ്ടാക്കുന്ന പട്ടം ഇഷ്ടപ്പെടുമോ? ലക്ഷ്മി അവന്റെ തലയിൽ തലോടി, നിന്റെ പട്ടം ആകാശത്ത് പറക്കുന്നത് കുഞ്ഞിന് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ലക്ഷ്മിയുടെ വയറ്റിൽ ഒരു ചെറിയ ചലനം. വാ കണ്ണ, നിന്റെ കുഞ്ഞനുജൻ തൊഴിക്കുന്നത് ഒന്ന് തൊട്ടുനോക്ക്. കണ്ണൻ ഓടിവന്ന് കൈവച്ചു. ആദ്യം ഒന്നും തോന്നിയില്ല. പെട്ടെന്ന് ഒരു ചെറിയ തൊഴി. കണ്ണന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അമ്മ, അവൻ എന്നോട് കളിക്കാൻ വരാൻ പറയുന്നു. മുരുകൻ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നവൻ അന്ന് വൈകിട്ട് തിരക്കിട്ട് വീട്ടിലേക്ക് വന്നു. ലക്ഷ്മി, ഞാൻ വീണ്ടും ലേറ്റായി എന്ന് പറഞ്ഞ് അവൻ ലക്ഷ്മിയുടെ നെറ്റിയിൽ ഒരു മുത്തം കൊടുത്തു. കണ്ണൻ ഓടിവന്ന് ചോദിച്ചു, അപ്പാ, കുഞ്ഞനുജൻ എപ്പോ വരും? മുരുകൻ ചിരിച്ചുകൊണ്ട്, ഇനി കുറച്ചു ദിവസം മാത്രം മോനെ. അമ്മയുടെ ഗർഭം 9ാം മാസത്തിലാണ്. പക്ഷേ അപ്പോൾ ലക്ഷ്മിക്ക് ഒരു ചെറിയ വേദന. അവൾ കൈ വയറ്റിൽ വെച്ചു. പക്ഷേ മുഖത്തൊരു പുഞ്ചിരി വരുത്തി. ഒന്നുമില്ല, കുഞ്ഞു തൊഴിച്ചതാണ്. മുരുകന് ഒരു ആശങ്ക തോന്നി. പക്ഷേ ലക്ഷ്മി പറഞ്ഞു, നീ ഓഫീസിൽ പോ, ഞാൻ ഓക്കെയാണ്. അന്ന് ഉച്ചയ്ക്ക് കണ്ണൻ തന്റെ മുറിയിൽ കളിക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവൻ ഓട്ടി. അവിടെ ലക്ഷ്മി തറയിൽ കിടക്കുന്നു, മുഖം വിളറി, വിയർപ്പിൽ കുളിച്ച്. അമ്മ, എന്തുപറ്റി? കണ്ണൻ ഭയന്ന് ചോദിച്ചു. ലക്ഷ്മി ബുദ്ധിമുട്ടി പറഞ്ഞു, കണ്ണ, എന്റെ ഫോണെടുത്ത് ആംബുലൻസിനെ വിളിക്കേ. കണ്ണന്റെ കൈകൾ വിറച്ചു. പക്ഷേ അവൻ ധൈര്യം സംഭരിച്ച് ഫോണെടുത്ത് 108നെ വിളിച്ചു. എന്റെ അമ്മയ്ക്ക് വയ്യ. അവർക്ക് കുഞ്ഞുണ്ടാകാൻ പോകുകയാണ്. പക്ഷേ വീണുപോയി. ദയവ് ചെയ്ത് വേഗം വരൂ. ആംബുലൻസ് വേഗമെത്തി. ലക്ഷ്മിയെ സ്ട്രെച്ചറിൽ കിടത്തുമ്പോൾ കണ്ണൻ അമ്മയുടെ കൈ മുറുക്കെ പിടിച്ചു. അമ്മ, നിനക്കൊന്നും വരില്ല, ഞാൻ ഉറപ്പു തരാം. ആശുപത്രിയിൽ കണ്ണൻ വെയിറ്റിംഗ് റൂമിലിരുന്നു, കാലുകൾ ആട്ടിക്കൊണ്ട്. മുരുകൻ ഓടിയെത്തി. അപ്പാ, അമ്മ അകത്താണ്, ഡോക്ടർമാർ നോക്കുന്നു. ഡോക്ടർ സുമതി ഗൗരവമുള്ള മുഖത്തോടെ വന്നു. മുരുകൻ, ലക്ഷ്മിക്കു മഷിമുള്ള അടർന്നുപോയിരിക്കുന്നു. കുഞ്ഞിന്റെ അവസ്ഥ ഗുരുതരമാണ്. ലക്ഷ്മിക്ക് ഒരുപാട് രക്തം പോകുന്നു. ഞങ്ങൾക്ക് വേഗം തീരുമാനമെടുക്കണം. മുരുകന്റെ ഹൃദയം നിന്നു. എന്റെ ലക്ഷ്മിയും കുഞ്ഞും ഓക്കെയാകും അല്ലേ? ഡോക്ടർ ഒരു നിമിഷം മൗനം പാലിച്ചു. ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റൂ. നിന്റെ തീരുമാനം വേണം. മുരുകന്റെ ശ്വാസം നിന്നു. എനിക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും? അവൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലിലേക്ക് നോക്കി. അവിടെ ലക്ഷ്മി ജീവനുവേണ്ടി പോരാടുകയാണ്. പിന്നെ അവർ വർഷങ്ങളായി കാത്തിരുന്ന കുഞ്ഞിനെ ഓർത്തു. ഒടുവിൽ തകർന്ന ശബ്ദത്തിൽ പറഞ്ഞു, ലക്ഷ്മിയെ രക്ഷിക്കൂ. മണിക്കൂറുകൾക്ക് ശേഷം ലക്ഷ്മി ആശുപത്രി കിടക്കയിൽ കണ്ണു തുറന്നു. മുരുകൻ അവളുടെ അരികിൽ കണ്ണുകൾ കരഞ്ഞ് ചുവന്നിരിക്കുന്നു. ലക്ഷ്മി, ഞാൻ നിന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ലായിരുന്നു, അവൻ പറഞ്ഞു. ലക്ഷ്മി കുഞ്ഞിനെ നഷ്ടപ്പെട്ട വാർത്ത കേട്ട് കരഞ്ഞു. നമ്മുടെ കുഞ്ഞ്, അവൾ മന്ത്രിച്ചു. അപ്പോൾ കണ്ണൻ അവന്റെ അമ്മായി രേവതിയുടെ കൈപിടിച്ച് റൂമിലേക്ക് വന്നു. അമ്മ, നിനക്ക് സുഖമായോ? അവൻ ഓട്ടി ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പിന്നെ ഒരു ചോദ്യം, എന്റെ കുഞ്ഞനുജൻ എവിടെ? ഞാൻ അവനെ കാണണം. മുരുകന്റെ ശ്വാസം നിന്നു. കണ്ണ, നിന്റെ അനുജൻ. അവൻ ദൈവത്തിന്റെ അടുത്തേക്ക് പോയി. കണ്ണന്റെ കണ്ണുകൾ വിശ്വാസം വരാതെ വിടർന്നു. ഇല്ല, അത് ശരിയല്ല. ഞാൻ അവനെ രക്ഷിക്കുമെന്ന് പറഞ്ഞതാണ്. അവന്റെ ശബ്ദം തകർന്നു, കണ്ണുകൾ നിറഞ്ഞു. അവൻ എന്നെ വേണം എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു. ഡോക്ടർ സുമതി വന്നു. നിനക്ക് വേണമെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കാണാം. കണ്ണൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് അവനോട് വിട പറയണം. ഒരു വെള്ള ഷീറ്റിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കൊണ്ടുവന്നു. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്തു. കണ്ണൻ ചോദിച്ചു, അമ്മ, ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ?
ലക്ഷ്മി ഒരു നിമിഷം മടിച്ചെങ്കിലും ഡോക്ടർ സമ്മതിച്ചു. കണ്ണൻ കുഞ്ഞിനെ സ്നേഹത്തോടെ കൈകളിലെടുത്തു. ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞതാണ് എന്ന് മന്ത്രിച്ച് അവൻ കുഞ്ഞിന്റെ തണുത്ത കവിളിൽ തലോടി. മുറിയിൽ നിശബ്ദത. പെട്ടെന്ന് ഒരു ചെറിയ കരച്ചിൽ. എല്ലാവരും ഞെട്ടി. കുഞ്ഞിന്റെ കണ്ണുകൾ തുറന്നു. മറ്റൊരു ശക്തമായ കരച്ചിൽ. ഡോക്ടർ സുമതി ഓടിവന്ന് സ്റ്റെതസ്കോപ്പ് എടുത്ത് പരിശോധിച്ചു. ഇത് അസാധ്യമാണ്. കുഞ്ഞിന് ജീവന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഹൃദയമിടിപ്പ് സാധാരണമാണ്, ശ്വാസം ശക്തമാണ്. അവർ അത്ഭുതത്തോടെ പറഞ്ഞു. ലക്ഷ്മി കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മുരുകൻ സന്തോഷം കൊണ്ട് വിറച്ചു. കണ്ണൻ കുഞ്ഞിന്റെ കൈ പിടിച്ച് ചിരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന്. ഡോക്ടർ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ആശുപത്രിയിൽ ഈ വാർത്ത പടർന്നു. കണ്ണന്റെ സ്നേഹവും ദൈവത്തോടുള്ള അവന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയും ഒരു അത്ഭുതം നടത്തിയെന്ന് എല്ലാവരും വിശ്വസിച്ചു. മുരുകൻ കണ്ണനെ നോക്കി ചോദിച്ചു, നീ എങ്ങനെ ഇത് ചെയ്തു മോനെ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവത്തോട് അവനെ തിരികെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം കേട്ടു. അന്നു മുതൽ കണ്ണൻ തന്റെ അനുജനെ, അവന്റെ അത്ഭുത കുഞ്ഞിനെ എപ്പോഴും കാത്തുരക്ഷിക്കുമെന്ന് ഉറപ്പിച്ചു. ഈ കഥ ചെന്നൈയിൽ പടർന്നു. ദൈവത്തിന്റെ കരുണയിലും ഒരു കുട്ടിയുടെ വിശ്വാസത്തിലും ആളുകൾ വിശ്വസിച്ചു.